വീട്ടിൽ പൊടിച്ച പൊടികൾ കൊണ്ട് നല്ല ഒന്നാം തരം ഒരു മട്ടൺ റെസിപ്പി ആയാലോ. കുക്കറിലേക്ക് 2 വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കറുവപ്പട്ട, 1 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടിയിട്ട് 2 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 2 വലിയ ഉള്ളിയിട്ട് നല്ലതുപോലെ വഴറ്റി ബ്രൗൺ കളർ ആവുന്നത് വരെ വെക്കുക. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, തേങ്ങാക്കൊത്ത്, വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കുറച്ച് മല്ലിയില കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച മട്ടൺ തട്ടി നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെക്കുക. 1/4 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല രുചികരമായിട്ടുള്ള മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മട്ടൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതെ തയ്യാറാക്കി ഈ ഒരു മട്ടൻ കറി മട്ടൻ കിട്ടുമ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ.